നമസ്കാരം. പ്രമേഹം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തൊക്കെയാണ്? ചിലപ്പോൾ ചില അക്കങ്ങൾ, മരുന്നുകൾ, അല്ലെങ്കിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ, അല്ലേ? എന്നാൽ ഇന്ന് നമുക്ക് ആ സംഭാഷണമൊന്ന് മാറ്റിപ്പിടിക്കാം. ഇതൊരു പുതിയ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു യാത്രയാണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇതാണ് നമ്മുടെ ഈ മുഴുവൻ ചർച്ചയുടെയും പ്രധാന ആശയം. പ്രമേഹത്തെ കേവലം ഒരു അസുഖമായി കാണുന്നതിനു പകരം നമ്മുടെ മനസ്സ്, ശരീരം, പിന്നെ നമ്മുടെ ദൈനംദിന ശീലങ്ങൾ, ഇവ മൂന്നും തമ്മിലുള്ള ഒരു സംഭാഷണമായിട്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ സംഭാഷണം എങ്ങനെ കുറച്ചുകൂടി നന്നായി കൊണ്ടുപോകാമെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ശരി, നമുക്ക് നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. നമ്മുടെയൊക്കെ വീടുകളില് പ്രമേഹം എന്നത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല, അല്ലേ? അത് കുടുംബത്തിലെ എല്ലാവരെയും ബാധിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. നമുക്കാദ്യം ആ ഒരു യാഥാർത്ഥ്യത്തെ ഒന്ന് അടുത്തറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയം കാണും, അല്ലേ? വീട്ടിലെ ഭക്ഷണരീതികൾ മൊത്തത്തിൽ മാറുന്നു. നമ്മുടെ ദിവസേനയുള്ള കാര്യങ്ങൾ പോലും അതിനനുസരിച്ച് മാറ്റേണ്ടി വരുന്നു. പിന്നെ എപ്പോഴുമുള്ള ടെൻഷൻ, ഷുഗർ ലെവല് നോക്കണം, ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ മനസ്സിലൊരു ചെറിയ കുറ്റബോധം. ഒന്നോർക്കുക, ഇത് നിങ്ങളുടെ മാത്രം അനുഭവമല്ല. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇത് ഓരോ ദിവസവും അനുഭവിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു രീതിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഷുഗറിന്റെ അളവ് മാത്രം നോക്കുന്നത് ഒരു ശാശ്വത പരിഹാരമാകാത്തത്? നമുക്കതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഒരു നിമിഷം നമുക്കൊന്ന് മാറി ചിന്തിച്ചാലോ? നമ്മൾ ഇത്രയും കാലം ശ്രദ്ധിച്ചത് ഷുഗറിന്റെ അളവിൽ മാത്രമാണെങ്കിൽ, ഒരുപക്ഷേ നമ്മൾ കളിക്കുന്നത് തെറ്റായ കളിയാണെങ്കിലോ? ഈ ഒരു ചോദ്യമാണ് നമ്മളെ ഒരു പുതിയ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഗ്ലൂക്കോമീറ്ററിലെ ആ നമ്പറുകൾ അതൊക്കെ പ്രധാനമാണ്, ഇല്ലെന്നല്ല. പക്ഷേ അത് മാത്രം നോക്കിയിരുന്നാൽ പ്രമേഹത്തെ പൂർണ്ണമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതിനുമപ്പുറം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയാണ് നമ്മൾ ആ പുതിയ ധാരണയിലേക്ക് വരുന്നത്. പ്രമേഹത്തെ ശരിക്കും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഫ്രെയിംവർക്ക്. അത് വെറും മൂന്നേ കാര്യങ്ങളാണ്: നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, പിന്നെ നമ്മുടെ ശീലങ്ങൾ. ഇതിനെയാണ് നമ്മൾ ബ്രെയിൻ ബോഡി ബിഹേവിയർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് സിമ്പിളായി പറഞ്ഞാൽ ഒരു മ്യൂസിക് ബാൻഡ് പോലെയാണ്. നമ്മുടെ മനസ്സ് ഡ്രംസ് വായിക്കുന്നു, ശരീരം ഗിറ്റാർ വായിക്കുന്നു, നമ്മുടെ ശീലങ്ങളാണ് പാട്ടുപാടുന്നത്. ഇവർ മൂന്ന് പേരും ഒരേ താളത്തിൽ പോയാലേ നല്ലൊരു പാട്ടുണ്ടാകൂ. പ്രമേഹം എന്ന് പറയുന്നത് ഇതിലെവിടെ താളം തെറ്റുന്ന ഒരവസ്ഥയാണ്. ഈ മൂന്നും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. നമുക്കാദ്യം നമ്മുടെ ബാൻഡിലെ ഡ്രമ്മറെ പരിചയപ്പെടാം. തലച്ചോറ്. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്സിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉണ്ടാക്കും. ഈ ഹോർമോൺ നേരെ പോയി നമ്മുടെ ബ്ലഡ് ഷുഗർ കൂട്ടും. കണ്ടില്ലേ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ശരീരത്തെ നേരിട്ട് ബാധിക്കുന്നതെന്ന്? ഇനി രണ്ടാമത്തെയാൾ, നമ്മുടെ ശരീരം. ഇവിടെ ഇൻസുലിൻ മാത്രമല്ല കഥാനായകൻ. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷിയെ ഒരു പട്ടാളമായിട്ട് സങ്കല്പിക്കുക. ഈ പട്ടാളമൊന്ന് ക്ഷീണിച്ചാൽ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതായത് ശരീരത്തിനകത്തൊരു ചെറിയ തീപിടുത്തം പോലെ. ഇത് നമ്മുടെ മെറ്റബോളിസത്തിന്റെ താളം തെറ്റിക്കും. അതോടെ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകും. അവസാനമായി നമ്മുടെ ബാൻഡിലെ ഗായകൻ, നമ്മുടെ ശീലങ്ങൾ. ഷുഗർ കൂടുമ്പോഴൊക്കെ അയ്യോ ഇതെന്റെ മാത്രം തെറ്റാണ് എന്ന് നമുക്ക് തോന്നാറില്ലേ? എന്നാൽ സത്യത്തിൽ അത് നമ്മുടെ ചില ശീലങ്ങളുടെ ഒരു പ്രതികരണം മാത്രമാണ്. ഉദാഹരണത്തിന്, ടെൻഷൻ വരുമ്പോൾ മധുരം കഴിക്കാൻ തോന്നുന്നത് അതൊരു ശീലമാണ്, നമ്മുടെ പരാജയമല്ല. അപ്പോ പ്രശ്നം എന്താണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയായല്ലേ? ഇനി പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാം. പേടിക്കാനൊന്നുമില്ല, ഇത് വിചാരിക്കുന്നത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വളരെ ലളിതമായ ഒരു വഴിയുണ്ട്. മുന്നോട്ടുള്ള വഴി വളരെ വ്യക്തമാണ്. വെറും 3 സ്റ്റെപ്പുകൾ. ഒന്നാമത്തേത് മനസ്സിനെ ശാന്തമാക്കുക. രണ്ടാമത്തേത് നമ്മുടെ ശരീരത്തിലെ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മൂന്നാമതായി നല്ല ശീലങ്ങൾ പതിയെ പതിയെ വീണ്ടെടുക്കുക. ഇത് ഓരോന്നായി ചെയ്യുമ്പോൾ ഈ യാത്ര നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നായി മാറും. ഇവിടെയാണ് പലരും ശ്രദ്ധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത്: ഇമ്മ്യൂൺ റീഹാബിലിറ്റേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പട്ടാളത്തെ ഓർമ്മയിലെ ആ പട്ടാളത്തിന് നല്ല ട്രെയിനിങ്ങും ഭക്ഷണവും ഒക്കെ കൊടുത്ത് സ്ട്രോങ് ആക്കുന്ന പരിപാടിയാണിത്. നമ്മുടെ പ്രതിരോധശേഷി ശക്തമാവുമ്പോൾ ശരീരം സ്വയം ഹീൽ ചെയ്യാൻ തുടങ്ങും. അത് മെറ്റബോളിസം ബാലൻസ് ചെയ്യാനും പ്രമേഹത്തെ സ്വാഭാവികമായി നിയന്ത്രിക്കാനും സഹായിക്കും. അപ്പോ നമ്മൾ ഈ ഒരു ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഓർക്കുക, ഇതൊരിക്കലും പ്രമേഹത്തിനെതിരുള്ളൊരു യുദ്ധമല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ശരീരത്തെ സ്നേഹത്തോടെ മനസ്സിലാക്കാനുള്ളൊരു യാത്രയാണ്. ഭയത്തിൽ നിന്നും ശരിയായ ധാരണയിലേക്കുള്ളൊരു മാറ്റം.
ഈ ഒരു വാചകം എപ്പോഴും മനസ്സിൽ വെക്കണം. നമ്മുടെ ശരീരം ഒരു ശത്രുവല്ല, അത് നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് നമ്മുടെ സഹായം വേണം. അതിനെ ഒന്ന് കേൾക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറായാൽ മാത്രം മതി. ഓർക്കുക, ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നോ സംസാരിക്കണമെന്നോ ഒരു സപ്പോർട്ട് വേണമെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വിവരങ്ങൾ വഴി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അറിവിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തിലേക്കുള്ള ഈ പുതിയ യാത്രയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. നന്ദി.